ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച വ്യവസായ പ്രമുഖൻ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ റെയ്ഡിനിടയിൽ ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതിനിടെയാണ് അദ്ദേഹം സ്വന്തം തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് മരിച്ചു എന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? പ്രവിത, തീർച്ചയായും ഈ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് പോലീസ് പങ്കുവച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ക്യാബിനുള്ളിൽ നെഞ്ചിൽ വെടിയേറ്റ നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തുടർന്ന് ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ശബ്ദം കേട്ട് അവിടേക്ക് എത്തിയതും ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അദ്ദേഹത്തെ ആദ്യം സമീപത്ത് തന്നെയുള്ള ഒരു ചെറിയ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. പിന്നീടാണ് അവിടെ നിന്നും HSR ലേഔട്ടിലുള്ള നാരായണ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഒപ്പം തന്നെ ജീവനക്കാർ അടക്കമുള്ളവരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് കഴിഞ്ഞ മാസം മുതൽ തന്നെ, ഡിസംബർ മുതൽ തന്നെ IT റെയ്ഡുകൾ, ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡുകൾ ഈ ഓഫീസിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. ഇന്നും സമാനമായ ഒരു റെയ്ഡാണ് നടന്നത്. ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഓഫീസിൽ എത്തിയത് എന്നറിയുന്നു. സാധാരണ നിലയിൽ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോൾ ഈ ഓഫീസിലുള്ള ആളുകളുടെ എല്ലാം തന്നെ, ഒപ്പം ഈ വ്യവസായിയാണെങ്കിൽ അവരുടേത് അടക്കമുള്ള മൊബൈൽ ഫോണുകൾ അടക്കം പുറമേക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്ന എല്ലാ ഉപാധികളും വിച്ഛേദിക്കുക പതിവാണ്. മൊബൈൽ ഫോണുകൾ വാങ്ങി വെക്കുക പതിവുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കാറുള്ള ആദായ നികുതി വകുപ്പ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ തോക്ക് അത് കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ അത് വാങ്ങിവെച്ചില്ല എന്നുള്ളത് ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഈ തോക്ക് എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. സ്ഥലം പോലീസ് ഇപ്പോൾ ബന്ദോബസ്ത്. അദ്ദേഹത്തിന്റെ തന്നെ തോക്കാണോ? നിലവിൽ പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന സ്ഥിരീകരണം അനുസരിച്ച് അത് അദ്ദേഹത്തിൻ്റെ പേരിൽ ലൈസൻസ് ഉള്ള ഒരു തോക്ക് തന്നെയാണ്. ആ തോക്ക് തന്നെയാണ് ഈ മൃതദേഹത്തിന് സമീപം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടതും തുടർന്ന് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് അവിടെ എത്തി ആ തോക്ക് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് ഉൾപ്പെടെ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. നെഞ്ചിലാണ് വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയത് എന്നും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിൻ്റെ വിശദമായ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. കാരണം കൃത്യമായി ഈ ആരോപണ വിധേയരായിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അവിടെ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിരുന്നോ എന്നുള്ളത് തീർച്ചയായും അതിന് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോലീസ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസിന് ലഭ്യമായ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിച്ച കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം വ്യവസായ ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കഴിഞ്ഞ 2005 രൂപീകൃതമായ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യവസായ ശൃംഖലയാണ്. ഇന്ത്യയിലും വിദേശത്തും വ്യവസായങ്ങൾ നടത്തുന്നു, കടമില്ലാതെ വ്യവസായങ്ങൾ നടത്തുന്നു. വ്യവസായത്തിനപ്പുറത്തേക്ക് മറ്റു പല മേഖലകൾ, പാവപ്പെട്ടവരെ സഹായം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും CJ റോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യവസായ ലോകത്തിനപ്പുറത്തേക്ക് സാധാരണക്കാരെ പോലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്, ദാരുണമായ ഒരു സംഭവമാണ് ബംഗളൂരുവിലെ റിച്ച്മണ്ട് സർക്കിളിനടുത്തുള്ള ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ മാസം ഡിസംബറിൽ ഉൾപ്പെടെ ഈ ഓഫീസിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തെ പോലെ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് പല പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോയ വലിയ തിരിച്ചുവരവുകൾ നടത്താൻ ശേഷിയുള്ള സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകളെ, യുവ വ്യവസായികളെ, സംരംഭകരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഏത് ഘട്ടത്തിലാണ് ഇത്രത്തോളം മാനസികമായി തകരുകയും സ്വയം മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ അതിനിടയാക്കിയ എന്ത് സമ്മർദ്ദമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് വ്യവസായ ലോകം മാത്രമല്ല
പൊതുജനങ്ങളടക്കം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് കൃത്യമായ വിശദീകരണം ആദായ നികുതി വകുപ്പ് നിന്നും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ദാരുണമായ ഒരു സംഭവം തന്നെയാണ് വ്യവസായ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും പല റെയ്ഡുകൾ ഉൾപ്പെടെ ഈ വ്യവസായകളുടെ ഓഫീസിലും വീടുകളിലും മറ്റും നടത്താറുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ അതാണ് വലിയ ബൽറാം വ്യവസായ മനസ്സിലാകാത്തത്. അദ്ദേഹം ആദ്യമായിട്ടായിരിക്കില്ലല്ലോ ഇത്തരത്തിലുള്ള റെയ്ഡ് ഒന്നും നേരിടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ഇത്രയധികം പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ, അദ്ദേഹത്തെ ഏറെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? പ്രവിത, ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് മറുപടി നൽകേണ്ടത് ആദായ നികുതി വകുപ്പ് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ പോലെ ദീർഘകാലമായി വ്യവസായ മേഖലയിലുള്ള 3 പതിറ്റാണ്ടോളമായി വ്യവസായ മേഖലയിലുള്ള ഒരു വ്യക്തി, ഇന്ത്യയിലും വിദേശത്തുമായി ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞ വ്യവസായ മേഖലകൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കിയ ഒരു വ്യക്തി, കൂടാതെ ഏത് സമയത്തും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തെ ചിരിച്ച മുഖത്തോടെ മാത്രമായി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയാവുന്ന ഒരു വ്യക്തിയായി മാത്രമാണ് അദ്ദേഹത്തെ കാണാറുള്ളത്, അദ്ദേഹം സംസാരിക്കാറുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടവരും പരിചയപ്പെട്ടവരും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ പിന്തുടരുന്നവരുമായി എല്ലാവർക്കും തന്നെ അനുഭവമുള്ളത്. 1.3 മില്യൺ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലുള്ളത്. അത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കുന്ന, ആളുകളുമായി നേരിട്ട് ഇടപഴകുന്ന, അവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരു വ്യവസായി എന്ന നിലയിൽ മാത്രമല്ല, മറ്റുള്ളവർക്ക് താൻ ഊർജ്ജമായി മാറണമെന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യവസായി കൂടിയായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ മറ്റ് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് അടക്കമുള്ള ഇടപെടലുകൾ അദ്ദേഹം സമൂഹത്തിൽ നടത്തിയിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിവുള്ളതാണ്. അത്തരം ഒരു വ്യക്തിയെ മാനസികമായി ഇത്രത്തോളം തകർക്കുന്ന തരത്തിലുള്ള ഏത് ഇടപെടലാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി തന്നെ മറുപടി ലഭിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് ആദായ നികുതി വകുപ്പിൽ നിന്നും കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാകും, ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ഓഫീസിലെത്തിയത് എന്നുള്ള കാര്യം പോലീസും ഒപ്പം തന്നെ ജീവനക്കാരും സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഉദ്യോഗസ്ഥർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.